ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജി ഞെട്ടിച്ചിരിക്കുകയാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ. ബാഹ്യ സമ്മർദ്ദത്താലാണ് രാജിയെന്ന് 100 വട്ടം സംശയിക്കാനുള്ള വഴി നൽകിയാണ് ധൻഖറിന്റെ രാജി. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജിക്കത്ത് നൽകിയതെങ്കിലും വൈകിട്ട് 7:30 വരെ ഉപരാഷ്ട്രപതി ധൻഖറും ഇതേക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ലെന്നാണ് സൂചന. ഇതിനിടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന് പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ തന്നെ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനാണ് NDA നീക്കം. കോൺഗ്രസുമായി ഉടക്കി നിൽക്കുന്ന ശശി തരൂർ MP, മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള തുടങ്ങിയവരാണ് പരിഗണനയിലുള്ളതെന്നാണ് റിപ്പോർട്ട്. ചൊവ്വാഴ്ച ഭരണപ്രതിപക്ഷ MPമാർ പങ്കെടുക്കുന്ന കാര്യോപദേശക സമിതി യോഗം അദ്ദേഹം നിശ്ചയിച്ചിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് രാജ്യസഭയിൽ സംസാരിക്കുമ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ കുറ്റവിചാരണ പ്രമേയത്തിലെ വിശദാംശങ്ങൾ പരിശോധിച്ച് താൻ തന്നെ സഭയെ അറിയിക്കുമെന്നും ധൻഖർ വ്യക്തമാക്കിയിരുന്നു. ആരോഗ്യ കാരണങ്ങൾക്കപ്പുറത്ത് രാജിയിലേക്ക് നയിച്ച ഇടപെടലുകൾ ഉണ്ടെന്ന് പകൽ പോലെ വ്യക്തമാക്കുന്നതാണിത്. ഈ സൂചനയോടെ ധൻഖറുമായി ഇന്നലെ വൈകിട്ട് നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഞെട്ടിപ്പിക്കുന്ന രാജി എന്നാണ് ജയറാം രമേശിന്റെ പ്രതികരണം. വൈകിട്ട് 5 വരെ ഞാനടക്കമുള്ള MPമാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പുറത്തുവരുന്ന വിവരങ്ങൾക്കപ്പുറം കാരണം രാജിക്ക് പിന്നിലുണ്ട്. ഈ തീരുമാനം ധൻഖർ പുനഃപരിശോധിക്കുമെന്നാണ് കരുതുന്നത്. ഇതിന് പ്രധാനമന്ത്രി അദ്ദേഹത്തെ പ്രേരിപ്പിക്കുമെന്നും വിശ്വസിക്കുന്നുവെന്ന് ജയറാം രമേശ് എക്സിൽ കുറിച്ചു. നാളെ സ്വകാര്യ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ധൻഖർ രാജസ്ഥാനിലെത്തുമെന്ന് ഇന്നലെ 3:53 ഉപരാഷ്ട്രപതിയുടെ ഓഫീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. ലോക്സഭയിലെയും രാജ്യസഭയിലെയും MPമാർ വോട്ട് ചെയ്താണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുക. 2022 ആഗസ്റ്റ് 6 ഉപരാഷ്ട്രപതിയായി അധികാരമേറ്റ ധൻഖറിന് 2 വർഷം ഇനിയും ബാക്കിയിരിക്കുകയാണ് രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വീകരിച്ചാൽ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവൻഷ് നാരായണന്റെ അധ്യക്ഷതയിൽ രാജ്യസഭ വർഷകാല സമ്മേളനം പൂർത്തിയാക്കേണ്ടി വരും. ഈ രാജി ഏത് രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണെന്ന് കാത്തിരുന്ന് കാണാം.